ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് ഇന്ന് 5254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6227 പേർ രോഗമുക്തി നേടി. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 65856 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. 53 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 4445 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 662 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇന്ന് 27 മരണം സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.69%. 4,40,962 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 45,209 പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും 43,493 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. 501 മരണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. 1.46 ആണ് രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. 10,75,000-ലേറെ പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയതെന്ന് ICMR അറിയിച്ചു. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,86,00,000 കവിഞ്ഞു. 13,89,000-ൽ പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 4 കോടിയിലധികം പേർ രോഗമുക്തി നേടി. അമേരിക്ക, ബ്രസീൽ, റഷ്യ, ഇറ്റലി എന്നിവിടങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ ഇന്ന് 314 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കം മൂലം 308 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 4 പേർക്കും 2 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്ന് 526 പേർ രോഗമുക്തി നേടി. എറണാകുളം ജില്ലയിൽ ഇന്ന് 494 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 381 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. 12 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. 100 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 953 പേർ ഇന്ന് രോഗമുക്തി നേടിയത്. എറണാകുളം ജില്ലയ്ക്ക് ആശ്വാസകരമായി. ഇപ്പോൾ 8,922 പേരാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 612 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 828 പേർ കൂടി രോഗമുക്തി നേടി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പർക്കം വഴി 570 പേർക്കാണ് രോഗം ബാധിച്ചത്. 30 പേരുടെ ഉറവിടം വ്യക്തമല്ല. 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13% ഉയർന്നു. കോഴിക്കോട് കോർപ്പറേഷൻ, പുതുപ്പാടി, ചെറുവണ്ണൂർ, വടകര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. വിദേശത്തുനിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനത്ത് വന്ന 7 പേർക്കും പോസിറ്റീവായി. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7,510 ആണ്. ജില്ലയിൽ 24,688 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,679 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. പുതിയ പോലീസ് നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിനോ എതിരായി ഉപയോഗിക്കപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് ചില വ്യക്തിഗത ചാനലുകളുടെ അതിരുവിട്ട ദുരുപയോഗങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് തുടർച്ചയായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വിഭാഗം എന്നിവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഭേദഗതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭേദഗതി സംബന്ധിച്ച് ഉയർന്നുവരുന്ന ക്രിയാത്മകമായ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും സർക്കാർ തീർച്ചയായും പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള പോലീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതി പ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഇതു സംബന്ധിച്ച പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ഓർഡിനൻസ് യാതൊരു വിധത്തിലും ദുരുപയോഗം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തും. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചാകും പ്രത്യേക നടപടിക്രമം തയ്യാറാക്കുകയെന്നും പോലീസ് മേധാവി പറഞ്ഞു. സൈബർ അധിക്ഷേപങ്ങൾ തടയാനെന്ന പേരിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം ഓർഡിനൻസ് കൊണ്ടുവന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. നിയമം ഭരണഘടനാ വിരുദ്ധമെന്നും സുപ്രീം കോടതിയുടെ നിലപാടിന് എതിരാണെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നുവെന്ന സംസ്ഥാന ധനമന്ത്രിയുടെ പ്രചാരണം വ്യാജമാണെന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാം. ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഒരു സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ സാധുവാണെങ്കിൽ അത് പിന്നീട് റദ്ദാക്കാനാകില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. ജനങ്ങളുടെ പണം അവിഹിത മാർഗ്ഗങ്ങളിലൂടെ അനർഹർ നേടിയെടുക്കുന്ന അവസ്ഥ അറുതി വരുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ.
പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥി സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ MCC ആൻഡ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ സുരേഷാണ് നോഡൽ ഓഫീസർ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താനായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടെ കണ്ണൂർ ജില്ലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കുന്നു. മാവോവാദി ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിവരികയാണ്. മാവോവാദി ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ കർശന സുരക്ഷ ഒരുക്കുന്നതിനും നിർദ്ദേശമുണ്ട്. ഇരിട്ടി പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ ഇത്തരത്തിൽ 34 ബൂത്തുകൾ ഉള്ളതായാണ് വിലയിരുത്തുന്നത്. കേളകം കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിൽ 10 ബൂത്തുകൾ വീതവും, ഇരിട്ടി പേരാവൂർ ആറളം സ്റ്റേഷൻ പരിധിയിൽ 4 വീതവും, ഉളിക്കലിൽ 2 പോളിംഗ് ബൂത്തുകളും ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണവം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ബൂത്തുകളിൽ ഉന്നത പോലീസ് സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. കൂടുതൽ ബൂത്തുകളിൽ പരിശോധന തുടരും. വയനാടിനോട് അടുത്തു നിൽക്കുന്ന ആറളം, കൊട്ടിയൂർ വനമേഖലകളിൽ ഉൾപ്പെടെ തണ്ടർ ബോൾട്ടിന്റെ നിരീക്ഷണം തുടരുകയാണ്. കിഫ്ബിയെ സംബന്ധിച്ച CAG റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കും മുൻപ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കാൻ ഒരുങ്ങുന്നത് നിയമസഭയോടുള്ള അവഹേളനമാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമീപനം സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് മൌനം വെടിയണമെന്നും ധനമന്ത്രി പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന ഭാഗത്ത് വന്യമൃഗങ്ങളുടെ സഞ്ചാരം സുഗമമാക്കാൻ നടപ്പാതയും മേൽപ്പാലവും നിർമ്മിക്കാൻ തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടന്നുവരുന്ന മൂന്നാർ ബോഡിമെട്ട് ഭാഗത്താണ് വന്യമൃഗ സൌഹൃദ പാതകൾ ഒരുങ്ങുന്നത്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ ദൂരത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ദേവികുളം ഗ്യാപ്പിൽ ഉൾപ്പെടെ മലയുടെ ഒരു വശം ചെങ്കുത്തായി എരിഞ്ഞാണ് വീതി കൂട്ടുന്നത്. ഇത് വന്യമൃഗങ്ങളുടെ സ്വൈര്യസഞ്ചാരത്തിന് തടസ്സമാകുന്നുവെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ മരം മുറിക്കാനും വീതി കൂട്ടാനും അനുമതി നൽകണമെങ്കിൽ വന്യമൃഗങ്ങളുടെ ആവാസ മേഖലയിൽ അവയ്ക്ക് റോഡ് കുറുകെ കടക്കാൻ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു വനം വകുപ്പിന്റെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് ആനത്താരകൾ സ്ഥിതി ചെയ്യുന്ന 10 ഇടങ്ങളിൽ റോഡിന്റെ വശത്തെ ചെങ്കുത്തായ കട്ടിങ്ങിൽ ആനകൾക്ക് നടന്നു കയറിപ്പോകാൻ കഴിയും വിധം മണ്ണ് നീക്കി വഴിയൊരുക്കുന്നത്. ദേവികുളം ഗ്യാപ്പ് ആരംഭിക്കുന്ന ഭാഗത്ത് ചൊക്രമുടിയെയും എതിർവശത്തെ മൊട്ടക്കുന്നുകളെയും ബന്ധിപ്പിച്ച് റോഡിന് കുറുകെ മേൽപ്പാലം നിർമ്മിച്ചാണ് വരയാടുകളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നത്. ISLൽ ബംഗളൂരുവും ഗോവയും 2 ഗോൾ വീതം നേടി. ബംഗളൂരുവിന് വേണ്ടി ക്ലെയ്റ്റൺ സിൽവയും ജുവാൻ അന്റോണിയോയും ഗോൾ നേടി. ഗോവയ്ക്ക് വേണ്ടി ഐഗോ അംഗുലോയാണ് 2 ഗോളുകൾ നേടിയത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം പ്രതിദിനം 5000 വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിലവിൽ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് 1000 പേർക്കാണ് പ്രതിദിനം ശബരിമലയിൽ ദർശനത്തിന് അനുമതി. ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. വിഷയം മുഖ്യമന്ത്രിയോടും ആരോഗ്യ വകുപ്പിനോടും ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോവിഡ് കാലത്ത് KSRTCയുടെ ഹോസ്പിറ്റൽ സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആശുപത്രികളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ തയ്യാറാണെന്ന് KSRTC CMD അറിയിച്ചു. ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന സംഘടനയ്ക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പേര് സ്വീകരിച്ച് സ്വകാര്യ സംഘടന പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇവരുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും വഞ്ചിതരാകരുതെന്നും കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ 78 സെൻസിറ്റീവ് ബൂത്തുകൾ തയ്യാറാകുന്നു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിലായാണ് ബൂത്തുകൾ. നല്ലളം, ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7 ക്രിട്ടിക്കൽ ബൂത്തുകളാണ് ഉള്ളത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് 871 പേർക്കെതിരെ കേസെടുത്തു. 378 പേരാണ് ഇന്ന് അറസ്റ്റിലായത്. 37 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3198 സംഭവങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.